ടോട്ടൽ ഇവിടെ എത്ര കളക്ഷൻസ് ഉണ്ട് പെർഫ്യൂംസിന്റെ? ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 900 അടുത്ത് കളക്ഷൻസ് ഉണ്ടാവും. വേറെ കുറെ ഉണ്ട്, നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഓക്കെ. ഈ കൂടുതൽ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള ഒരു പെർഫ്യൂം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലക്ഷറി ആയിട്ടുള്ള ഫ്രാഗ്രൻസസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അറബിക് ബ്രാൻഡ്സുള്ള കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ്, 20,000 ഒക്കെ വരും. എവിടെയൊക്കെ ഇപ്പൊ പെർഫ്യൂംസ് എവിടെയൊക്കെ യൂസ് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻസ് വരാറുണ്ടല്ലോ. ശരിക്കും പെർഫ്യൂം യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ലോകത്ത് ഏത് ഫ്രാഗ്രൻസ് അടിച്ചാലും ഫ്രാഗ്രൻസ് ഓയിൽ ഓട്ടോമാറ്റിക്കലി കളർ ചേഞ്ച് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിന്റെ അടിയിൽ അടിക്കാം. ഇനി അതല്ല, ഇപ്പൊ ഇതുപോലത്തെ ഒരു ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഡ്രസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഈ ഒരു ഫ്രാഗ്രൻസ് അടിക്കുമ്പോൾ നമുക്ക് അത്ര വലിയൊരു പ്രശ്നമില്ല. ജനറലി നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തിയർ ആയിട്ടുള്ള ഓപ്ഷൻ എപ്പോഴും ഡ്രസ്സിലടിക്കുന്നത്. കാരണം വെച്ചാൽ അതിൽ ഫാബ്രിക് ഉണ്ട്. ആ ഫാബ്രിക് നമ്മുടെ ഫ്രാഗ്രൻസ് മോളിക്യൂൾസിനെ കുറച്ചുകൂടെ പിടിച്ചു നിർത്തും. ലൈറ്റ് കളർ ഡ്രസ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ശ്രദ്ധിക്കണം. അത് ഏത് ഫ്രാഗ്രൻസ് ഇപ്പൊ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആയാലും ഈ ഒരു പ്രശ്നം പൊതുവെ വരാറുണ്ട്. ആളുകൾ ചിന്തിക്കുക രാവിലെ അടിച്ച് കഴിഞ്ഞാൽ വൈകിട്ട് വരെ സ്മെൽ ഉണ്ടാവും. രാവിലെ അടിച്ച് വൈകിട്ട് വരെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് വേർത്ത് നിൽക്കും. ഇപ്പൊ ഓഫീസ് ഉച്ച കഴിഞ്ഞ് നിങ്ങൾ ലഞ്ച് ബ്രേക്കിന് നമ്മൾ ഫുഡ് കഴിക്കുന്ന എനർജിക്ക് വേണ്ടിയിട്ടാണ്. അതേപോലെ ഫ്രാഗ്രൻസും ഇതേപോലെ ടോപ്പ് ചെയ്തില്ലെങ്കിൽ അവിടെ ഫ്രാഗ്രൻസ് പെർഫോമൻസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ റീഅപ്ലൈ ചെയ്യാൻ മടി വിചാരിക്കരുത്. അങ്ങനെ മടി വിചാരിക്കാന്നുണ്ടെങ്കിൽ ഫ്രാഗ്രൻസ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പകുതി ദിവസമേ നമ്മുടെ ജോലി സ്ഥലത്ത് പകുതി ദിവസം വർക്ക് ചെയ്തിട്ട് വീട്ടിൽ വരാൻ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെയാണ് ഫ്രാഗ്രൻസും. അപ്പൊ അതിന്റെ പെർഫോമൻസ് പകുതി എത്തുമ്പോൾ നിൽക്കും. അപ്പൊ നമ്മൾ ടോപ്പ് ചെയ്യുക, തിരിച്ചും യൂസ് ചെയ്യുക. കോഫി ബീൻസ് ഒക്കെ ഉണ്ടാവും, അതൊന്നും എടുത്ത് മണക്കരുത്. അതൊന്നും എടുത്ത് മണക്കരുത്. അതൊക്കെ ചുമ്മാ ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ട് പിന്നെ അത് പണ്ടാരോ ചെയ്തു എന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ്. ഇങ്ങനെ നമ്മുടെ ക്ലോത്തോ അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് അടിക്കാത്ത ഇതോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ കയ്യോ മറ്റും സ്നിഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം ഇത് നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള സാധനമാണ്. കോഫി ഒന്നും ഒരിക്കലും ഒരു ഓപ്ഷൻ അല്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടാതിരിക്കാനുള്ള ചാൻസസ് ആണ് ഏറ്റവും കൂടുതൽ. ഇപ്പം ആളുകൾ വിചാരിക്കും ഇത്രയും പണം ചെലവാക്കിയിട്ട് ആളുകൾ പെർഫ്യൂം വാങ്ങുമോ എന്നൊരു വാങ്ങുന്നുണ്ട്. പിന്നെ കാരണം ഇപ്പൊ നമുക്ക് കാശ് ചെലവാക്കിയിട്ട് ഡ്രസ്സ് വാങ്ങുന്നുണ്ടോ? ഓരോരുത്തർക്കും ഓരോരോ ലക്ഷറി അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അവരുടേതായ ചോയ്സ് ആണ്. ഇപ്പോൾ കേരളത്തിലെ സമ്മർ കാലഘട്ടത്തെ പറ്റി കൂടുതൽ ചൂടെടുത്ത് നമ്മൾ ഒരു പെർഫ്യൂം യൂസ് ചെയ്താൽ പോലും കുറച്ച് സമയം മാത്രമേ നിൽക്കത്തുള്ളൂ. ഈ സമ്മർ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂംസ് ഏതൊക്കെയാണ്? മെന്നും വുമണ്ണും ഇത് നല്ലൊരു ഓപ്ഷനാണ്. പറഞ്ഞ ഷെനാൽ അലി റോം സ്പോട്ട് എക്സ്ട്രീം. ഇതൊരു ടോങ്കാന്റെ ഒരു ബേസ് ഉണ്ട്. അതായത് ആ ടോങ്കയാണ് കുറച്ചുകൂടെ ലാസ്റ്റിംഗ് തരുന്നത്. പക്ഷെ ഇതൊരു ഓവറോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു അരോമാറ്റിക് സെന്റ് പ്രൊഫൈലാണ്. അരോമാറ്റിക് ഫ്രാഗ്രൻസസ് ഒക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. ഇത് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഇത് ജോർജ് അർമാനി അല്ല, അർമാനി കോഡ് പാഫം. ഇത് പാഫം കോൺസെൻട്രേഷൻ ആണ്. സാൻഡൽവുഡിന്റെ ഒക്കെ ബേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വുഡി നോട്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ലാസ്റ്റിംഗ്. ഹായ്, ഹലോ, നമസ്കാരം. സൈന സൗത്ത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മൈ ഷിജിന ജോസ് പ്രകാശ്. ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ഫ്രാഗ്രൻസ് കളക്ഷൻസിന് ഇടയിലാണ്. ഇന്ന് നമ്മൾ ഇവിടെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഈ കാണുന്ന പെർഫ്യൂം കളക്ഷൻസ് ആരുടെ ആണെന്ന് ചിന്തിക്കുന്നുണ്ടാവും. വേറെ ആരുടെയല്ല, നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള ഒരു മുഖം തന്നെയാണ്. ലൈഫ് സ്റ്റൈൽ മല്ലു അഥവാ അജ്മൽ. സ്വാഗതം. ഞാൻ അജ്മലിനെ സെർച്ച് ചെയ്ത സമയത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് ഇന്ത്യസ് നമ്പർ 1 പെർഫ്യൂം റിവ്യൂ എന്നാണ്. ഇത്രയും അധികം കളക്ഷൻസ് ഇവിടെ വരുമ്പോഴാണ് ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. ഈ കളക്ഷൻസ് ഒക്കെ തുടങ്ങിയത് എപ്പോഴാണ് സത്യത്തില്? 7-8-9 years ആയിട്ടുണ്ടാവും. പക്ഷെ അപ്പൊ ഇത്ര കളക്ഷൻസ് ഒന്നുമില്ല. ചുമ്മാ ഒരു 2-3 വെച്ച് തുടങ്ങിയതാണ്. പിന്നെ നമ്മള് ജോലി കിട്ടിയ പിന്നെയാണ് നമുക്കൊരു പ്രോപ്പർ ആയിട്ടൊരു കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ പിന്നെ വീട്ടുകാർ അറിയാതെ വാങ്ങലും അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് ഫ്രാഗ്രൻസസ് ഉണ്ടായിരുന്നു. അങ്ങനെ ബിൽഡ് ചെയ്ത് ഒരു പോയിന്റ് എത്തിയപ്പോൾ നമ്മൾ ഈ ഇൻസ്റ്റാ പേജും കൂടെ തുടങ്ങിയപ്പോൾ നമുക്ക് പിന്നെ ഇതിന് വേണ്ടിയിട്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഫ്രാഗ്രൻസസ് വാങ്ങലായി. അങ്ങനെ വാങ്ങി അങ്ങനെ കളക്ട് ചെയ്ത് ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു സൈസബിൾ കളക്ഷൻ ഉണ്ട്. ഇതിലിപ്പോ പല ഫാമിലീസ്, ഫോർ എക്സാമ്പിൾ ഇതൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ JPG ഫുൾ ഫാമിലി ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ പലതിനെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ യൂണിയം ഇറ്റ് ഏത് ഡിസൈനർ ബ്രാൻഡ്സ് ഉണ്ടെങ്കിലും ഇവിടെ ഉണ്ടാവും. അതല്ല ഇനിയിപ്പോ ഏതെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ അറബിക് ബ്രാൻഡ്സുകളാണ്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇതും കൂടാതെ വേറെയും അവിടെ പല കളക്ഷൻസ് ഉണ്ട്. നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് കാണിക്കാം. നമുക്ക് നോക്കാം. ടോട്ടൽ ഇവിടെ എത്ര കളക്ഷൻസ് ഉണ്ട് പെർഫ്യൂംസിന്റെ? ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു
900, 800, 900 അടുത്ത് കളക്ഷൻസ് ഉണ്ടാവും. വേറെ കുറെ ഉണ്ട്, നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഓക്കെ, ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ ചിലപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, ഇത്രയും ഫ്രീക്വൻസി ആളുകൾക്ക് ആവശ്യമുണ്ടോ പെർഫ്യൂം, ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവല്ലോ. ശരിയാണ്. പക്ഷേ ഇതിവിടെ എനിക്ക് യൂസ് ചെയ്യാൻ മാത്രമല്ല, എനിക്കിത് ഈ പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടി ടെസ്റ്റിംഗ്, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇവിടുന്ന് ഫ്രാഗ്രൻസസ് വാങ്ങുന്നതാണ്. അപ്പൊ അത് ടെസ്റ്റ് ചെയ്യണം, പിന്നെ അത് കൂടാതെ അതിന്റെ വീഡിയോ ഇടണം. ഇതും കൂടാതെ ബാക്കിയുള്ളത് നമ്മൾ ഇവിടുന്ന് സെയിൽസ് ആയിട്ട് ഇവിടെ ഇടിക്കാൻസ് ആയിട്ട് നമ്മൾ സെയിലും ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇത്രയും ഫ്രാഗ്രൻസസ് അല്ല, ഇതിനേക്കാളും കൂടുതൽ ആവശ്യമുണ്ട്. പക്ഷെ നമുക്ക് ഒരു ടൈം കൺസ്ട്രെയിൻസ് ഉണ്ട്. നമുക്ക് ഇത് കാരണം കുറെ പേര് ആൾക്കാരെ കയറ്റി നമുക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ ക്രെഡിബിലിറ്റി നമ്മുടെ പോകും. അതുകൊണ്ട് മെയിൻ ആയിട്ട് ഞാനും ഇപ്പൊ എന്റെ ഫാമിലി ഉണ്ടെങ്കിൽ, എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മ ഹെൽപ്പ് ചെയ്യും. അതല്ലാതെ എൻ്റെ വൈഫ് ഉണ്ടെങ്കിൽ അവള് ഹെൽപ്പ് ചെയ്യും. അവള് പ്രഗ്നന്റ് ആയിട്ട് അവിടെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ പോകുന്നത്. അതുകൊണ്ട് പിന്നെ ഇത് നമ്മുടെ ഒരു പാർട്ട് ഓഫ് ജോബ് എന്ന രീതിയിലാണ്. നമ്മളത് പ്രോപ്പറായി ടെസ്റ്റ് ചെയ്യുന്നു, അത് റിവ്യൂ ചെയ്യുന്നു. റിവ്യൂ ചെയ്തിട്ട് ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ. അപ്പൊ നമ്മളൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന രീതിയിൽ ഒരു പെർഫ്യൂം റിവ്യൂർ എന്ന നിലയിൽ ചോദിക്കുകയാണ്, ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര പെർഫ്യൂംസ് ഒരാൾക്ക് ശരിക്കും വേണം അല്ലെങ്കിൽ യൂസ് ചെയ്യണം? മിനിമം 2 വേണം. ഫ്രഷ് ഫ്രാഗ്രൻസസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് ക്ലോസ്ഡ് സ്പേസ് ആണ്, ഇതിൽ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് അടിച്ചിട്ട് വരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമായി വരില്ല. ഇവിടെ 5 പേരുണ്ട്, ചിലപ്പോൾ 2 പേർക്ക് ഇതിൽ ഭയങ്കര ടോളറേഷൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ മൈൽഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ്, നമ്മൾ കുറച്ചുകൂടെ സേഫ് ഓപ്ഷൻ. പിന്നെ രണ്ടാമത്തത് നമുക്ക് കുറച്ചുകൂടെ ഇപ്പോൾ ഒരു 1 ടൈം ഒക്കേഷൻ, ഫോർ എക്സാമ്പിൾ കല്യാണം ആയിക്കോട്ടെ, പാർട്ടി ആയിക്കോട്ടെ, ഇനി വേറെ എന്തെങ്കിലും ഇവന്റ്സ് ആയിക്കോട്ടെ, മൂവബിൾ ക്രൗഡാണ്. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ഇതുപോലെ കുറച്ച് സ്ട്രെങ്ത് ഉള്ള ഫ്രാഗ്രൻസ്. അപ്പോൾ നമ്മൾ കല്യാണത്തിന് മുമ്പോ നമ്മൾ ഇതുപോലെ നോർമൽ ഡ്രസ് ഇട്ടിട്ട് പോകില്ല, കുറച്ചുകൂടെ നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ് ഇട്ടിട്ട് പോകും. അതിന് ഓഫീസിൽ പോകുമ്പോൾ അതേ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ് ഇട്ടിട്ട് പോകില്ല, മറ്റാൾ ചെയ്യുന്ന പോലെ. അമർ അക്ബർ ആന്റണിയിലും മറ്റാൾ ചെയ്യില്ല, അതുപോലെ അതേ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇത് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഫ്രാഗ്രൻസും വേണം. ഫോർ എക്സാമ്പിൾ ഇതെല്ലാം ഫ്രഷ് ആയിട്ടുള്ള ഫ്രാഗ്രൻസസ് ആണ്. പഡിജിയോ, ഇഡിപി ആണ്, ഷെനൽ അലൂറോം, സ്പോട്ടോ എക്സ്ട്രീം, ഇതൊക്കെ അത്യാവശ്യം ലാസ്റ്റിംഗ് ഉള്ള ഫ്രാഗ്രൻസസ് ആണ്. അറോമാറ്റിക്സ് ആയിട്ടുള്ള അതന്നെ സ്ട്രോങ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈനപ്പിലുള്ള എല്ലാം ഇതെല്ലാം വളരെ സ്ട്രെങ്ത് ഉള്ള ലോങ് ലാസ്റ്റിംഗ് ഫ്രാഗ്രൻസസ് ആണ്. ഇതായിക്കോട്ടെ, ഇതല്ല, ഇത് ജസ്റ്റ് വെച്ചേ ഉള്ളൂ. ഇതെല്ലാം ഏകദേശം എത്ര പ്രൈസ് റേഞ്ച് വരുമായിരിക്കും ഇതിനിപ്പോ 9.8 9,800 അടുത്ത് വരും. ഇതാണെങ്കിൽ 21,000, 150 ml ആണ്, അതുകൊണ്ട് 21,000. ഇതാവുമ്പോ 9,000 മേലുണ്ട്. ഇത് 13 or 14 സംതിങ്. അല്ലല്ല, ഇത് 18, ഇത് 150 ml, ഇത് 200 ml, ഇത് ക്ലോസ് ടു 20,000 ഉണ്ടാവും. അഗൈൻ മോസ്റ്റ്ലി ഇവിടെ ഒക്കെ വലിയ ബോട്ടിൽസ് ആയിരിക്കും. കാരണം നമുക്ക് ഇവിടെ സെയിൽസും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കോസ്റ്റ് വൈസ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഇതുപോലെ വലിയ ബോട്ടിൽസ് ആയിരിക്കും. ഈ കൂടെ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള ഒരു പെർഫ്യൂം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലക്ഷറി ആയിട്ടുള്ള ഫ്രാഗ്രൻസസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അറബിക് ബ്രാൻഡ്സ് ഉള്ള കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ്, 20,000 ഒക്കെ വരും. പക്ഷെ അത് എക്സ്പെൻസീവ് ആണ്. നീഷായിട്ട് ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല. കാരണം നമ്മുടെ ഓഡിയൻസിന്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജനറൽ ഓഡിയൻസിന് ചിലപ്പോൾ 1-2% ആൾക്കാർക്കായിരിക്കും ഈ നീഷ് ഫ്രാഗ്രൻസസ് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത്. ഈ 2% ആൾക്കാർക്ക് വേണ്ടി നമ്മളിവിടെ ഫ്രാഗ്രൻസ് വെച്ചിട്ട് ചിലപ്പോൾ അത് ആൾക്കാർ വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പോലും അത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ലോസ്. അതുകൊണ്ട് ഇവിടെ മെയിൻ ആയിട്ട് ഡിസൈനർ ബ്രാൻഡ്സ് ആണ്. ഒരു 20,000 21,000 മേലെ അങ്ങനെ അധികം ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ റയറാണ്. ഒരു 21,000 ആണ് ക്യാപ്, അതാണ് മാക്സിമം ഒരു ഫ്രാഗ്രൻസിന്റെ റേറ്റ്. അപ്പൊ നിങ്ങൾക്ക് കണക്കാക്കിയാൽ മതി. ഓൺ ആൻ ആവറേജ് എല്ലാം ഒരു 10,000 എന്ന് കണക്കിട്ടാൽ മതി. ഇപ്പൊ ഞാനിവിടെ സ്റ്റുഡിയോയിൽ വന്ന സമയത്ത് ആദ്യം നോക്കിയത് ഈ ഒരു പെട്ടിയാണ്. എന്തായിരുന്നു അത്? അത് ഒരു അറബിക് ബ്രാൻഡാണ്. അവര് അവകാശപ്പെടുന്നത് ഒരു മോസ്റ്റ് എക്സ്പെൻസീവ് ഫ്രാഗ്രൻസ് ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കിയെടുത്ത ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ അവർക്ക് 2 ലൈനപ്പ് ഉണ്ട്. അപ്പോൾ അതിലൊരെണ്ണമാണ് അത് നമുക്ക് റിവ്യൂവിന് വേണ്ടി കൊണ്ട് തന്നതാണ്. ടെസ്റ്റ് ചെയ്തു, നല്ല ബോക്സ് ഒക്കെ ഭയങ്കര അപ്പീലിംഗ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് അവിടെ വെച്ചു മാത്രം. എത്രത്തോളം എക്സ്പെൻസീവ് ആണ്? 20,000 വരുന്നുണ്ട് ഇന്ത്യയിൽ. ഇപ്പൊ ആളുകൾ വിചാരിക്കും ഇത്രയും പണം ചെലവാക്കിയിട്ട് ആളുകൾ പെർഫ്യൂം വാങ്ങുമോ എന്നൊരു വാങ്ങുന്നുണ്ട്. കാരണം ഇപ്പൊ നമുക്ക് കാശ് ചെലവാക്കിയിട്ട് ഡ്രസ്സ് വാങ്ങുന്നുണ്ടോ? ഓരോരുത്തർക്കും ഓരോരോ ലക്ഷറി അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അവരുടേതായ ചോയ്സാണ്. ഇപ്പം എക്സ്പെൻസിന്റെ കാര്യം പറഞ്ഞു, ഇത്രയും പണം മുടക്കിയിട്ട് ഈ പറഞ്ഞ പെർഫ്യൂംസ് നമ്മൾ വാങ്ങുമെന്ന്. പക്ഷെ ഇത് എങ്ങനെ സൂക്ഷിക്കണം? അല്ലെങ്കിൽ ഇപ്പൊ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ പ്രത്യേകിച്ച് മലയാളികൾക്ക് അത് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം പെർഫ്യൂം യൂസ് ചെയ്യേണ്ട രീതികളും ആളുകളൊക്കെ കുറച്ച് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പെർഫ്യൂം യൂസ് ചെയ്യേണ്ട രീതി എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സൂക്ഷിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ഒരു ലെവലാണ്. കാരണം വെച്ചാൽ ഇന്ത്യ, പ്രത്യേകിച്ച് കേരളം, ഇത് കോസ്റ്റൽ ഏരിയ ആണ്. അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുതലാണ്. ഇപ്പോൾ നിങ്ങളുടെ ക്യാമറാസ് ഒക്കെ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ഡ്രൈ ക്യാബിനറ്റിൽ സൂക്ഷിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഈ ഡ്രൈ ക്യാബിനറ്റ് സൂക്ഷിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ പ്രശ്നങ്ങൾ വരണ്ട എന്ന രീതിയിൽ അതിൻ്റെ ലൈഫ് കൂട്ടാനും വേണ്ടി. അതേപോലെ ഇവിടെ നമുക്ക് ഹ്യൂമിഡിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോക്സിലിട്ട്
ഈ UV അടിക്കുന്നത്. UV എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലെന്ന് വരുന്നത് മാത്രമല്ല, ഇവിടുത്തെ ഒരു ഭയങ്കര വലിയൊരു ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്നും ചെറിയ രീതിയിൽ നമുക്ക് UV കിട്ടും. ബട്ട് നമ്മളൊരു ഫ്രാഗ്രൻസ് ഏകദേശം ഒരു വർഷത്തിന്റെ ഉള്ളിൽ തീർക്കും. അപ്പൊ അതുകൊണ്ട് അത് അത്ര വലിയ സീൻ വരുന്നില്ല. അതല്ല, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ ഒരു ബോട്ടിലാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ബോട്ടിൽ എന്നല്ല, ഇത് ഭയങ്കര ഒപ്പേക്ക് ആയിട്ടുള്ള ബോട്ടിലാണ്. ഇതിന്റെ ഉള്ളിലോട്ട് ലൈറ്റ് കിടക്കുക എന്നുള്ളത് ഓൾമോസ്റ്റ് ഡിഫിക്കൽട്ടാണ്. അപ്പൊ അങ്ങനെ സിറ്റുവേഷനിൽ ഇത് പ്രശ്നമല്ല, നമുക്ക് സീനില്ല, നമുക്ക് എങ്ങനെ വേണം യൂസ് ചെയ്യാം. അതന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഇതായിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്രാഗ്രൻസ് ഇത് ബോട്ടിൽ ട്രാൻസ്പാരന്റ് ആണ്. അപ്പൊ ഇത് ഓക്സിഡൈസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ UV അടിച്ചിട്ട് ഇതിന്റെ ഈ പറഞ്ഞ ഫ്രാഗ്രൻസിന്റെ സെൻ പ്രൊഫൈൽ മാറാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ സ്റ്റോറിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് UV ലൈറ്റ് ഉണ്ടാവില്ല, സോറി പുറത്തുനിന്നുള്ള ലൈറ്റ് ഉണ്ടാവില്ല, പക്ഷെ എന്തായാലും സ്റ്റോർ ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഓപ്പൺ ആയി വെച്ചിട്ടുണ്ടാവും, അവർ അതാണ് ഡെയിലി യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് ടെസ്റ്ററാണ്, പെട്ടെന്ന് തീരും, അതുകൊണ്ട് പ്രശ്നമില്ല. ലോങ് ടൈം എക്സ്പോഷർ കിട്ടിയ ഏത് ഫ്രാഗ്രൻസും അതിപ്പോൾ വെയിലത്ത് വെച്ചാലും ശരി അല്ലെങ്കിലും ശരി, ഓട്ടോമാറ്റിക്കായി കളർ ഫേഡായി ഓക്സിഡൈസ് ആയി ഒരു ട്രാൻസ്പാരന്റ് കളർ, ഇപ്പൊ ഈ ഒരു ലിക്വിഡ് മാറിയിട്ട് ഇതൊരു ഓറഞ്ച് കളറാവും, ഇത് ഈ ഒരു കളറിലാവും എന്നർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പല ഫ്രാഗ്രൻസിന്റെ ഇത് മാറിയിട്ടുണ്ടാവും. അത് ഓൾമോസ്റ്റ് യൂസബിൾ എല്ലായിരിക്കും, ഭയങ്കര സീനാണ്. അതുകൊണ്ട് നമുക്ക് ഫ്രാഗ്രൻസ് സൂക്ഷിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കുറവുള്ള അവിടെ, അതിപ്പോ ക്ലോസ്ഡ് ഷെൽഫ് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ ഷെൽഫ് ഡയറക്റ്റ് അടച്ചു വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഏറ്റവും ബെസ്റ്റ്. ഇപ്പൊ നമ്മളെപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോ ചെവിയുടെ പുറകിൽ യൂസ് ചെയ്യണം, കൈന്റെ ഇവിടെ, ഇപ്പൊ ചിലർ ഡ്രസ്സിലടിക്കല്ലോ. അപ്പം പല രീതിയിലാണ് പെർഫ്യൂം യൂസ് ചെയ്യേണ്ടതെന്ന് പറയും. ശരിക്കും പെർഫ്യൂം യൂസ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ്? അതായത് ഈ ചെവിന്റെ പുറകെയൊക്കെ പണ്ട് ഈ അത്ര പോലത്തെ സാധനങ്ങൾ ആൾക്കാർ ഈ പഞ്ഞി കെട്ടി വെക്കും. അത് പണ്ടത്തെ ശീലം നോർത്ത് ഇന്ത്യയിലൊക്കെ പൊതുവെ കണ്ടിരുന്നത്. ഇവിടെയുണ്ട് പല, ഇപ്പൊ നമ്മുടെ ഒരു 2 തലമുറ മുന്നേ ഒക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും നമ്മളിപ്പോൾ ചെയ്യില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫ്രാഗ്രൻസ് എന്ന രീതിയിൽ ഫൈൻ ആയിട്ടുള്ള ഈ മിസ്റ്റ്, നമുക്കിപ്പോൾ ഫ്രാഗ്രൻസ് ഈ പറഞ്ഞ ഫൈൻ മിസ്റ്റിൽ വരുന്നതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആൻഡ് സ്മൂത്ത് വേ ടു അപ്ലൈ ഫ്രാഗ്രൻസ് ഈ രീതിയിലായിരിക്കും. ഫ്രാഗ്രൻസ് എന്നല്ല, ഏത് ഈ അരോമാറ്റിക് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അരോമാറ്റിക് സബ്സ്റ്റൻസ് നമ്മൾ അപ്ലൈ ചെയ്യണേലും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇതായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്ഥലത്ത് കോൺസെൻട്രേറ്റഡ് അല്ല, പിന്നെ ഇത് ഈ ആൽക്കഹോളിന്റെ അല്ലെങ്കിൽ ഈ എത്തനോളിന്റെ കോണ്ടന്റ് ഉള്ളതുകൊണ്ട് ടൈംലി നമുക്കിത് ഡിസപ്പേറ്റ് ചെയ്യാൻ ഇത് സഹായിക്കും. ടൈംലി ഡിസപ്പേഷനാണ് നമുക്ക് വേണ്ടത്. വേപ്പറൈസ് ചെയ്യാനും മെല്ലെ മെല്ലെ പോകുമ്പോൾ പറഞ്ഞ മറ്റുള്ളവരുടെ നോസിൽ ഈ പറഞ്ഞ മോളിക്യൂൾസ് എത്തും, ഈ ഫ്രാഗ്രൻസ് അരോമാറ്റിക് മോളിക്യൂൾസ് എത്തും. അതാണ് നമുക്ക് വേണ്ടത്, അല്ലാതെ കുത്തരുത്. ഈ കുത്തുന്നതായിരുന്നു പണ്ടത്തെ പ്രശ്നം. ഇപ്പൊ ഈ പറഞ്ഞ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഊതോ അല്ലെങ്കിൽ അത്തരം സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചിലപ്പോൾ കുത്തും. അത് എല്ലാവർക്കും അത് ആ ടോളറേഷൻ ഉണ്ടായിരുന്നു വരില്ല. ചിലപ്പോൾ നമുക്ക് ഓക്കെ നന്നായി മണക്കുന്നുണ്ട്, 2 പേര് ചോദിച്ചു എന്നൊക്കെ ആയിരിക്കും. പക്ഷെ അതല്ല, പലർക്കും പ്രത്യേകിച്ച് വിമൻ, ഇപ്പൊ ആണുങ്ങളാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ മണക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അടിച്ചു പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ നേരെ ഹാം ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. കാരണം ഈ പണ്ടാരക്കാലം വന്ന് മാറിയിക്കട്ടെ എന്നായിരിക്കും പൊതുവെ ഒരു വൈബ് വരിക. അതുകൊണ്ട് മാക്സിമം സേഫ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് അടിക്കാൻ നോക്കുക. അതായത് ഒരു മീഡിയം ഒരു 3 to 4 സ്പ്രേസ്, അല്ലെങ്കിൽ ഈവൻ ഒരു 6 സ്പ്രേസ് ആണെങ്കിലും കുഴപ്പമില്ല. ഫോർ ലെറ്റ്സ് സേ ഇത്തരം ഫ്രാഗ്രൻസസ് അല്ല, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 4 സ്പ്രേസ് മാക്സിമം. കാരണം ക്ലോസ്ഡ് സ്പേസിൽ നിൽക്കണം. ഇപ്പോൾ ഇതുപോലത്തെ ഒരു സ്പേസിൽ നിൽക്കണമെങ്കിൽ ഇത് മതി, ഇതിന്റെ അപ്പുറം ആവശ്യം വരുന്നില്ല. ഇനിയിപ്പോൾ വല്ല ഫംഗ്ഷൻ ആണ്, നമ്മൾ ഈ മൂവബിൾ ക്രൗഡാണ്, ഇപ്പൊ എല്ലാവരും നമ്മൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, അവിടെ പോകണം ഇവിടെ പോകണം, വെറുതെ സംസാരിക്കുന്നു. അപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ സ്പ്രേസ് അടിച്ചാലും അത് നമുക്ക് ടോളറേറ്റ് ചെയ്യാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മിനിറ്റിന്റെ മേലെ നമുക്ക് അവിടെ നിൽക്കുന്നില്ല, അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അതിന് ഓഫീസ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇപ്പൊ ഷിജിന അവിടെ ഇരിക്കുകയാണ് ഓഫീസിൽ, ഞാൻ അടുത്ത് വന്നിരുന്നു, ഞാൻ ഷിജിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി കുറെ ഫ്രാഗ്രൻസ് എടുത്ത് അടിച്ചിട്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയും ഇവൻ ഇവിടെ നിന്ന് പൊയ്ക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് മാറിപ്പോട്ടെ എന്നായിരിക്കും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. കാരണം പൊതുവെ ജനറലി, കാരണം ഇത്തരം നമുക്ക് ഫ്രാഗ്രൻസസ് ആൾക്കാർ വാങ്ങുമ്പോൾ ഇവര് നമുക്ക് മെസ്സേജ് അയക്കുന്നതാണ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് എത്രത്തോളം നമുക്ക് ഡെയിലി അത്രയും മെസ്സേജസ് വരും. ഈ മെസ്സേജസ് ഇവരുടെ യൂസ് കേസസും അതുപോലെ ഇവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യും. ഇതാണ് ഡാറ്റ. ഈ ഡാറ്റ കൊണ്ടാണ് ഞാൻ പറയുന്നത് പൊതുവെ വിമൻ ജനറലി മൈൽഡ് ആയിട്ടുള്ള മോഡറേറ്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസസ് ഇഷ്ടം. അവരുടെ അടുത്ത് പോയിട്ട് ഇതുപോലെ സ്ട്രെങ്ത് ഉള്ള ഫ്രാഗ്രൻസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അവർക്ക് മൈഗ്രെയിൻസ് ട്രിഗർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത്രയും ഫ്രാഗ്രൻസസ് ഭയങ്കര ഓവർവെൽമിംഗ് ആയിരിക്കും, അവർക്ക് എങ്ങനെയും ഇവിടുന്ന് മാറണമെന്നായിരിക്കും അവർ ചിന്തിക്കുക. അതുകൊണ്ട് നമ്പർ ഓഫ് സ്പ്രേസ് നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 3 to 4 ഓഫീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഈവൻ 6 സ്പ്രേസ് ആണെങ്കിലും ഓക്കെ. ഫംഗ്ഷൻ ഇപ്പൊ പാർട്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഒക്കേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1 ടൈം ഒക്കേഷൻസ് ഓക്കെ. ഡെയിലി പോകുന്ന പരിപാടികൾ, ഡെയിലി കാണുന്ന ആൾക്കാരുടെ മുമ്പത്ത്
അടിച്ചു പോയി ഇംപ്രസ് ചെയ്യേണ്ട കാര്യമില്ല until unless ഒരു സ്പെഷ്യൽ ഡേ അങ്ങനെ എന്തെങ്കിലും ഒരു വേഗം അണ്ടർസ്റ്റാൻഡിങ് ഓൾറെഡി കിട്ടിയത്. ഇപ്പൊ ഒക്കേഷൻ അനുസരിച്ച് നമ്മൾ പെർഫ്യൂംസ് ചൂസ് ചെയ്യണമെന്നാണ് ഇപ്പൊ പറയുമ്പോൾ എനിക്ക് അതാണ് മനസ്സിലാവണേ. പൊതുവെ ഒരു പെർഫ്യൂം ആണ് നമ്മൾ എല്ലാ ഒക്കേഷൻസ് ഇപ്പം ഓഫീസിലാണെങ്കിലും കല്യാണത്തിനാണെങ്കിലും എവിടെയാണ് ഇപ്പൊ പൊതുവെ നമ്മൾ ഒരു സാധാരണ ആൾക്കാരുടെ അടുത്ത് ഒരൊറ്റ പെർഫ്യൂം ആണ് യൂസ് ചെയ്യുക. ശരിക്കും ഒക്കേഷൻ അനുസരിച്ച് പെർഫ്യൂം യൂസ് ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ എങ്ങനെയാണോ ഒരു ഒക്കേഷൻ അനുസരിച്ച് നമ്മൾ ഡ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്നു, അതേപോലെ നമ്മൾ ഈ ഫ്രാഗ്രൻസും അതിനനുസരിച്ച് നമുക്ക് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ മറ്റുള്ളവർക്ക് ഇത് ഓവർവെൽമിങ് ആവാതെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കും. ഇപ്പോൾ സ്വെറ്റി ആയിട്ടുള്ള ഒരാൾ അടുത്തിരിക്കുന്നതാണോ ഇഷ്ടം, അതോ ഒരുപാട് മറ്റേ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് അടുത്തിരിക്കുന്ന ആളാണോ നമുക്കിഷ്ടം, മൈൽഡ് ആയിട്ടുള്ള ഒരു പ്ലീസിങ് സൂത്തിങ് ആയിട്ടുള്ള സെൻറ്റ് പ്രൊഫൈലുള്ള ആൾ അടുത്തിരിക്കുന്നതാണോ ഇഷ്ടം. നമുക്ക് എപ്പോഴും നമ്മുടെ മൂഡ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസസ് അടുത്തിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഒരുമിച്ച് ഇപ്പോൾ പോവാണ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഇന്റർവ്യൂ വരികയാണ്, ഞാൻ ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ഫ്രാഗ്രൻസ് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഒരു അനോയിങ് തന്നെ ആയിരിക്കും. അത് ഏത് രീതിയിലാണെന്നുള്ളത് ഓരോരുത്തരുടെ ഇതുപോലെ ഉണ്ടാവും, അവരുടെ ടോളറേഷൻ പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് മെൻഡ്രസ് ഓഫ് പ്രിവയാണ്. ഇതൊക്കെ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫ്രാഗ്രൻസസിൽ ഒന്നാണ്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ അടിച്ചിട്ട് പോകാം. കാരണം വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ആണ്. ഇതൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യും നമ്മുടെ ക്ലൈമറ്റിൽ പോലും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഭയങ്കര ബേസ് ഹെവി നോട്ട്സ് ആണ്. ഇപ്പോൾ കേരളത്തിലെ സമ്മർ കാലഘട്ടത്തെ പറ്റി കൂടുതൽ ചൂടെടുത്ത് നമ്മൾ ഒരു പെർഫ്യൂം യൂസ് ചെയ്താൽ പോലും കുറച്ച് സമയം മാത്രമേ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഈ സമ്മർ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂംസ് ഏതൊക്കെയാണ്, മെന്നും വുമണ്ണും? ഇത് ഇപ്പൊ കേരളത്തിലെ സമ്മർ കാലാവസ്ഥക്ക് നമ്മുടെ ജോഗ്രഫിക് ലൊക്കേഷന്റെ പ്രശ്നമാണ്. ഇപ്പോൾ ഫോറിനിലൊക്കെ വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അവിടെ സമ്മറും ഇല്ല, സീനിലോ ഒരു പ്രശ്നമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റ് ഐഡിയലാണ്. നമ്മളിവിടെ AC ഇട്ട് നമ്മൾ ഇത് മാനേജ് ചെയ്യുന്നു. അതേപോലെ ഫ്രാഗ്രൻസസിൽ ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ട്രെങ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ചെയ്യും. അത് ചെയ്യാതെ നമുക്ക് എങ്ങനെയാണ് AC ഇട്ട് നമ്മുടെ കാശ് കളയുന്നത്, അതുപോലെ ഫ്രാഗ്രൻസ് ഇപ്പം മൈൽഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഫ്രാഗ്രൻസസ്, അങ്ങനത്തെ മൂഡ് ഇവോക്ക് ചെയ്യുന്ന ഫ്രാഗ്രൻസസ് നമ്മൾ റീഅപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ചിലപ്പോൾ കാശ് ചിലവായിരിക്കും, പക്ഷെ നമുക്ക് ഒരു സൂതിങ് സെൻറ്റ് പ്രൊഫൈൽ നമുക്ക് ഒരു ലോങ് ടൈം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മളിവിടെ നിന്ന് ഡീക്യാൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഡീക്യാൻസ് ആണെന്നില്ല, നിങ്ങളിപ്പോൾ ഒരു ഫുൾ ബോട്ടിൽ നിങ്ങൾ ബാഗിലിട്ട് കൊണ്ടുപോയിട്ട് ഒരിക്കൽ ഒരു 1 or 2 times സ്പ്രേ ചെയ്താലും മതി, അപ്പോഴും സോർട്ടഡ് ആണ്, നമ്മുടെ കാര്യം നടക്കും. അല്ലാതെ ഇതിനു വേണ്ടി സ്ട്രെങ്ത് കൂട്ടാൻ നിൽക്കണ്ട. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ ഏത് ഫ്രാഗ്രൻസസ് ഒക്കെയാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് ഇത് നല്ലൊരു ഓപ്ഷനാണ്. പറഞ്ഞ ഷെനാൽ അലിറോം സ്പോട്ടോ എക്സ്ട്രീം. ഇതിൽ ടോങ്കാന്റെ ഒരു ബേസ് ഉണ്ട്, അതായത് ആ ടോങ്കയാണ് കുറച്ചുകൂടെ ലാസ്റ്റിംഗ് തരുന്നത്. പക്ഷെ ഇതൊരു ഓവറോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു അരോമാറ്റിക് സെൻറ്റ് പ്രൊഫൈലാണ്. അരോമാറ്റിക് ഫ്രാഗ്രൻസസ് ഒക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. നമുക്ക് അത് ഫ്രാഗ്രൻസ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അതായത് ഇത് കുറച്ച് ഫ്രഷ്നെസ് തരുന്ന ഫ്രാഗ്രൻസ് ആണ്. ഫ്രഷ്നെസ് തരുമ്പോൾ നമ്മുടെ മൂഡ് അതിനനുസരിച്ച് നമുക്ക് മാറും. അപ്പോൾ ഇതൊരു ഫസ്റ്റ് വൺ ആണ്, അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ പാക്കർ റോബൻ ഇൻവിക്ടസ് പ്ലാറ്റിനം എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രാഗ്രൻസ് ആണ്. ഇതിൽ അവസാനം കുറച്ച് വുഡിനെസ് ഉണ്ട്, പിന്നെ സ്റ്റാർട്ടിങ് ചെറിയൊരു അരോമാറ്റിക്കും അതേപോലെ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്, അപ്പോൾ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടിനെസ്. ഇതും അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന ഫ്രാഗ്രൻസ് ആണ്. ബട്ട് ഇതിലും നല്ലതാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് വൺ. ഓക്കെ, ദിസ് വൺ ഇത് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഇത് ജോർജ് അർമാനി അല്ല, അർമാനി കോഡ് പാഫം. ഇത് പാഫം കോൺസെൻട്രേഷൻ ആണ്, സാൻഡൽവുഡിന്റെ ഒക്കെ ബേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വുഡി നോട്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും. നല്ലൊരു ഓപ്ഷനാണ്, ഇത് ട്രൈ ചെയ്യാം. ഇതിന്റെ ഫുൾ ബോട്ടിൽ ഇതുപോലെ ഉണ്ടാവും. സോ ഇതുപോലെ ഉണ്ടാവും, പക്ഷെ ഇവിടെ പാഫം എഴുതിയിട്ടുണ്ടാവും. ഇതായിരിക്കും. ഇത്തരം ഫ്രാഗ്രൻസസ് നമുക്ക് ഇതുപോലെ റീഫിൽ ചെയ്യാം. അതിനാണ് നമ്മൾ മെയിനായിട്ട് ഈ റീഫിൽ വാങ്ങുന്നത്. റീഫിൽ കുറച്ച് ഇൻഎക്സ്പെൻസീവ് ആയിരിക്കും. ഇത് ഏതടിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരിക്കലും ഭയങ്കര ഇതെന്തോ ഞങ്ങളുടെ പെർഫ്യൂം അടിച്ചിരിക്കണമെന്നൊന്നും മോസ്റ്റ്ലി ആൾക്കാർ ഡിറ്റക്ട് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് ഉള്ളത് ഈ പറഞ്ഞ മെൻസ് ഫ്രാഗ്രൻസസിലാണ്. എവിടെയൊക്കെ ഇപ്പൊ പെർഫ്യൂംസ് എവിടെയൊക്കെ യൂസ് ചെയ്യണം ഒരു കൺഫ്യൂഷൻസ് വരാറുണ്ടല്ലോ. ശരിക്കും പെർഫ്യൂം യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇപ്പോൾ യൂസ് കേസ് ആണ്. ലെറ്റ്സ് സേ ഇതൊരു ക്ലോസ് ടു വൈറ്റ് ഓഫ് വൈറ്റ് കളർ പ്രസ്സാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മളിത് അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി ഇപ്പോൾ ഒരു ട്രാൻസ്പാരന്റ് ഫ്രാഗ്രൻസ് ഇതുപോലത്തെ ഒരു ലിക്വിഡ് ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എനിക്ക് ഒന്നും സംഭവിക്കില്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇത് UV തട്ടിയിട്ട് ഇത് ഓക്സിഡൈസ് ആവും. ഓക്സിഡൈസ് ആകുമ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞ സെയിം സ്കീം ഇത് ഡിസ്കളറേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മളൊരു ട്രേഡ് ഓഫ് എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇതിന്റെ ബാക്കിലും മറ്റും അപ്ലൈ ചെയ്തിട്ട് നോർമലി ലോകത്ത് ഏത് ഫ്രാഗ്രൻസ് അടിച്ചാലും ഫ്രാഗ്രൻസ് ഓയിൽ ഓട്ടോമാറ്റിക്കലി കളർ ചേഞ്ച് ആവാനുള്ള ചാൻസസ് ഉണ്ട്.
അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിന്റെ അടിയിൽ അടിക്കാം. ഇനി അതല്ല, ഇപ്പൊ ഇതുപോലത്തെ ഒരു ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഡ്രസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഈ ഒരു ഫ്രാഗ്രൻസ് അടിക്കുമ്പോൾ നമുക്ക് അത്ര വലിയൊരു പ്രശ്നം വരില്ല. ജനറലി ഇപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തിയർ ആയിട്ടുള്ള ഓപ്ഷൻ എപ്പോഴും ഡ്രസ്സിലടിക്കുന്നത്. കാരണം വെച്ചാൽ അതിൽ ഫാബ്രിക് ഉണ്ട്, ആ ഫാബ്രിക് നമ്മുടെ ഫ്രാഗ്രൻസ് മോളിക്യൂൾസിനെ കുറച്ചുകൂടെ പിടിച്ചു നിർത്തും. അപ്പൊ അതാണ് ഓപ്ഷൻ. ഇതാണ് ഞാൻ സജസ്റ്റ് ചെയ്യാറ്. പിന്നെ ഇതുപോലെ ലൈറ്റ് കളർ ഡ്രസ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ശ്രദ്ധിക്കണം. അത് ഏത് ഫ്രാഗ്രൻസ്, ഇപ്പൊ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആയാലും ഈ ഒരു പ്രശ്നം പൊതുവെ വരാറുണ്ട്. ഇപ്പം നമ്മുടെ കാലാവസ്ഥ അറിയാലോ, ഇപ്പൊ നമ്മളൊരു പെർഫ്യൂം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ജോലി സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പെർഫ്യൂം യൂസ് ചെയ്യുന്ന പലരും നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും പെർഫ്യൂം എങ്ങനെയാണ് കുറച്ചും കൂടി ഇപ്പൊ ഫ്രാഗ്രൻസ് കുറച്ചും കൂടി നിലനിൽക്കുക അല്ലെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ അതിനുള്ള നമ്മൾ എങ്ങനെയാണ് അതിന്റെ പെർഫ്യൂംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഫ്രേഗ്രൻസ് യൂസ് ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ കുളിക്കൽ മിസ് ചെയ്യരുത്. അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കോൺഫിഡന്റ് ആയി പുറത്ത് പോകണം എന്നുള്ള വ്യക്തി ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ പ്രോപ്പറായിട്ട് കുളിച്ച് അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാത്ത ഡ്രസ്സ് നമ്മൾ ഫസ്റ്റ് എടുത്തിടുക. ഇതിപ്പോൾ ഫോറിലാണെങ്കിൽ ഈ പ്രശ്നം തന്നെ വരുന്നില്ല, അവർ കുളിക്കാതെ പോയാലും അവർക്ക് അത്ര വലിയ സീൻ വരുന്നില്ല. പക്ഷെ ഇവിടെ ഭയങ്കര സ്വെറ്റിയാണ്, നമ്മുടെ ഹ്യൂമിഡിറ്റി ഉണ്ട്, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ കുളിച്ച് ഇപ്പോൾ ഭയങ്കര സ്വെറ്റി ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആന്റി പെർസ്പിറന്റ് പോലത്തെ സാധനങ്ങൾ ഒക്കേഷണലി യൂസ് ചെയ്യും. എന്നും യൂസ് ചെയ്യണമെന്നില്ല, സ്പെഷ്യൽ ഡേ ആണ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ഡേ ആണെന്നുണ്ടെങ്കിൽ ആന്റി പെർസ്പിറന്റ് യൂസ് ചെയ്ത് ഈ പറഞ്ഞ സ്വെറ്റിന്റെ എമൗണ്ട് ആവശ്യത്തിന് കുറയ്ക്കാൻ നോക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് മേലെ ഫ്രാഗ്രൻസ് അപ്ലൈ ചെയ്യാം. അപ്പൊ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പോവുക. എന്നിട്ട് ഇഫ് പോസിബിൾ നിങ്ങൾക്ക് ഫ്രാഗ്രൻസ് ഇപ്പോൾ ഫുൾ ബോട്ടിൽ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഡീക്കാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നായാലും വാങ്ങാം, ഇനി അതല്ല നിങ്ങൾ വേറെ എവിടെ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോ. ഒത്തന്റിക് ആവുന്നത് അത്രയും നല്ലത്. അത് മാത്രം നിങ്ങൾ നോക്കിയാൽ ക്രെഡിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് വാങ്ങുക. അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ റീഅപ്ലൈ ചെയ്യുക. സ്പെഷ്യലി ഇപ്പോൾ ഓഫീസ് ഉച്ച കഴിഞ്ഞ് നിങ്ങൾ ലഞ്ച് ബ്രേക്കിന് നമ്മൾ ഫുഡ് കഴിക്കുന്ന എനർജിക്ക് വേണ്ടിയിട്ടാണ്. അതേപോലെ ഫ്രാഗ്രൻസും ഇതേപോലെ ടോപ്പ് ചെയ്തില്ലെങ്കിൽ അവിടെ ഫ്രാഗ്രൻസ് പെർഫോമൻസ് താഴും. ഇത്രേ ഉള്ളൂ. നമ്മൾ റീഅപ്ലൈ ചെയ്യാൻ മടി വിചാരിക്കരുത്. അങ്ങനെ മടി വിചാരിക്കുന്നുണ്ടെങ്കിൽ ഫ്രാഗ്രൻസ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പകുതി ദിവസമേ നമ്മുടെ ജോലി സ്ഥലത്ത് പകുതി ദിവസം വർക്ക് ചെയ്തിട്ട് വീട്ടിൽ വരാൻ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെയാണ് ഫ്രാഗ്രൻസും. അപ്പൊ അതിന്റെ പെർഫോമൻസ് പകുതി എത്തുമ്പോൾ നിൽക്കും. അപ്പൊ നമ്മൾ ടോപ്പ് ചെയ്യുക, തിരിച്ചും യൂസ് ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് തിങ്. ശരിക്കും ആളുകൾ ചിന്തിക്കുക രാവിലെ അടിച്ചു കഴിഞ്ഞാൽ വൈകിട്ട് വരെ സ്മെൽ ഉണ്ടാവും. രാവിലെ അടിച്ച് വൈകിട്ട് വരെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് വേർപ്പ് നിൽക്കും. സീരിയസ് ആയിട്ട് ഇപ്പൊ നമ്മള് ഒറിജിനൽ ഇപ്പൊ ബയോയിൽ തന്നെ ഒറിജിനൽ പെർഫ്യൂംസിനായിട്ട് കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ ഇപ്പൊ മാർക്കറ്റില് ഒറിജിനൽ പെർഫ്യൂംസിന്റെ കോപ്പീസ് അവൈലബിൾ ആണ്. അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒറിജിനൽ കോപ്പീസ് വാങ്ങാൻ പറ്റുന്ന ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് ആ മാർക്കറ്റിൽ കോപ്പീസ് വരുന്നത്. ഫസ്റ്റ് തിങ് അതാണ്. അപ്പൊ നമുക്ക് അത് പറഞ്ഞ് നമ്മുടെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് മാറ്റണം. കോപ്പീസിന്റെ പ്രശ്നം, കോപ്പീസ് ആണോ ക്ലോൺസ് ആണോ ഉദ്ദേശിച്ചെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് കോപ്പീസിനെ കുറിച്ച് ചോദിച്ചാൽ തന്നെ പറയാം. കോപ്പീസ് നമുക്ക് ചിലപ്പോൾ ഡേഞ്ചറസ് ആയിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇപ്പോൾ പല നമ്മുടെ ഫുഡ് ആണെന്നുണ്ടെങ്കിൽ ഫുഡിനെ സർട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ആൾക്കാർക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഫുഡാന്നുള്ള രീതിയിൽ നമുക്ക് അത് അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ബാക്കി കാര്യങ്ങളൊക്കെ. അതേപോലെ ഫ്രാഗ്രൻസ് ആയാലും IFR എന്ന് പറഞ്ഞിട്ട് ഇന്റർനാഷണൽ ഫ്രാഗ്രൻസ് റെഗുലേറ്ററി അസോസിയേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ബാക്കി ഇപ്പോൾ യൂറോപ്യൻ യൂണിയനെ കാണുന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതിപ്പോൾ അവരെ കാറിന്റെ കാര്യം എടുത്താലും ശരി, ബാക്കി പല കാര്യങ്ങൾ എടുത്താലും ശരി, അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബോഡിയാണ്. ഫ്രാഗ്രൻസിലൊക്കെ ചിലതൊക്കെ നമുക്ക് എല്ലാ ഇൻഡസ്ട്രിയിലും ചിലപ്പോൾ അതിൻ്റെതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് ജനറലി ഇവർ ഇറക്കുന്ന ഫ്രാഗ്രൻസസ് ഇപ്പം അലർജി ഉള്ള ഫ്രാഗ്രൻസസ് ആണോ, ജനറലി ഇതുപോലെ ഹെഡ് ഏക്ക് ഇൻഡ്യൂസിങ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള റിഗ്രസ് ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഫ്രാഗ്രൻസസ് ആണ്. അത് ഭയങ്കര സേഫ് ആയിരിക്കും. ഒരു റെഗുലേഷനും ചെയ്യാത്ത സാധനങ്ങളായിരിക്കും ഈ പറഞ്ഞ ഈ ഡ്യൂപ്സ്. അപ്പോൾ ഈ ഡ്യൂപ്സ് അതല്ലെങ്കിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ്സ് ഈ ഫ്രാഗ്രൻസസ് വാങ്ങുന്നതിന് എനിക്ക് താല്പര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും നല്ലത് നിങ്ങൾ ഫ്രാഗ്രൻസ് യൂസ് ചെയ്തിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ക്ലോൺസ് വരുന്നുണ്ട്. ഇതിപ്പോൾ ഈ പറഞ്ഞ അറബിക് ബ്രാൻഡ്സ് ഒക്കെ പലതും ഈ കാണുന്ന പലതും ക്ലോൺസ് ആണ്. ക്ലോൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാൻഡ്സ് ഇപ്പോൾ ഒരു ഫ്രാഗ്രൻസ് സക്സസ്ഫുൾ ആയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്ലോൺസ് ഇറക്കാൻ നോക്കും ഇൻഎക്സ്പെൻസീവ് ആയിട്ട്. ഡിസൈനർ ബ്രാൻഡ്സ് ആകുമ്പോൾ അവർക്ക് അതിൻ്റെതായ കാശ്, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ബ്രാൻഡ് അംബാസഡറിന് കാശ് കൊടുക്കില്ല, അവർ അത്രയും മാർക്കറ്റിംഗ് ചെയ്യും. അങ്ങനെ അതിന് എക്സ്പെൻസസ് ഉണ്ടാവും. അപ്പൊ ഇതൊന്നും ഇല്ലാതെ ഇവര് ഈ പറഞ്ഞ ഗുഡീസ് ഒന്നും കൊടുക്കില്ല. ആ കാണുന്നൊക്കെ ഗുഡീസ് ആണ്. ഒരു എക്സാമ്പിൾ കാണിച്ചു കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇത് YSL എന്ന സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഇതുപോലെ വലിയ വലിയ ഡഫിൽ ബാഗ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ വീട്ടിലായിരിക്കും, ഇവിടെ സ്ഥലമില്ലാത്തതിന്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതൊക്കെ YSLന്റെ ഫ്രാഗ്രൻസ് വാങ്ങുമ്പോൾ നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നതാണ്. ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ചിലപ്പോൾ ഈ അറബിക് ബ്രാൻഡ്സിന് കിട്ടില്ല. അങ്ങനെയാണ് അവർ കോസ്റ്റ് കട്ട് ചെയ്യുന്നത്. അതേപോലെ ഇവർ ഒറിജിനൽ ഫോർമുലേഷൻ ആയിരിക്കില്ല. പെർഫ്യൂമേഴ്സ് ഉണ്ടാവില്ല, കെമിസ്റ്റ് ഉണ്ടാവില്ല, പേരിലൊരു പെർഫ്യൂമറൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആയിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. ഈ ഫ്രാഗ്രൻസ് ഓയിൽ മാത്രം ഇതുപോലത്തെ ജിബഡാൻ പോലത്തെ ഏതെങ്കിലും ബ്രാൻഡ്സിന് വാങ്ങും. അവര് ചുമ്മാ ഇതിന്റെ ക്ലോൺ ഉണ്ടാക്കും. ഈസിയാണ്, എത്രയോളം മിക്സ് ചെയ്യുക, ബാക്കി സാധനങ്ങൾ ബാക്കി ഫിക്സേറ്റീവ്സ് അതിന് ബ്ലെൻഡ് ചെയ്യുക, അതിന് മാസറേറ്റ് ചെയ്യുക, തരും. ഇങ്ങനെയാണ് ഇവർക്ക് കോസ്റ്റ് കട്ട് ചെയ്തിട്ട് ഫ്രാഗ്രൻസസ് ഇറക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രാഗ്രൻസസ് വേണം എന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര
റിഫൈൻഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിൽ ഒന്നും ആയിരിക്കില്ല. പക്ഷെ എന്നാലും നമുക്ക് ബെറ്റർ ആയിട്ട് സ്മെല് ചെയ്യണം, അവിടെ മിനിമൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഈ ഓപ്ഷൻസ് ഒക്കെ ട്രൈ ചെയ്യാം. അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അതിലും നമുക്ക് ആ ബ്രാൻഡിന്റെ ക്രെഡിബിലിറ്റി നോക്കണം. ഒരു പുതിയ ബ്രാൻഡ് വന്നു, അത് നമ്മൾ വില കുറഞ്ഞു വാങ്ങി എന്നുകൊണ്ടിരിക്കരുത്. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള റെഗുലേറ്ററി ബോഡി വേണം, അവർക്ക് തന്നെ അവരുടേതായിട്ടുള്ള റിസർച്ച് വേണം, ഇപ്പൊ എക്സ്പീരിയൻസ്. നമ്മളിപ്പോ പഠിക്കുന്നതോറും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ എക്സ്പീരിയൻസ് ആവും തോറും നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും, ഏത് തെറ്റ് ഏത് ശരി, ആരൊക്കെ എത്രയൊക്കെ ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഫീഡ്ബാക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ നോക്കും. അതും ഒരു ബ്രാൻഡിന് വേണം. സോ അതുകൊണ്ട് ഇതിൽ പോകണമെന്നുണ്ടെങ്കിലും ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡ്സ്, കുറച്ച് അത്യാവശ്യം മാർക്കറ്റിലുള്ള ബ്രാൻഡ്സിലോട്ട് പോകുക. ഇപ്പൊ നമ്മൾ പെർഫ്യൂംസ് വാങ്ങാൻ പോകുന്ന സമയത്ത് നമുക്ക് പെർഫ്യൂംസ് നമ്മൾ നേരിട്ട് കടയിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രഗ്രൻസ് നോക്കിയിട്ട് വേണം നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോഴുള്ള കൺഫ്യൂഷൻ, നമ്മൾ ഒത്തിരി പെർഫ്യൂംസ് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും, സ്മെല്ല് എപ്പോഴും ഒരുപോലെ ഇരിക്കും, ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ നമ്മൾ എങ്ങനെ പെർഫ്യൂംസ് വാങ്ങുന്ന സമയത്ത് എങ്ങനെ നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും? ഇപ്പൊ വാങ്ങുന്നുള്ള ഇപ്പൊ മോസ്റ്റ്ലി ഇപ്പൊ ഈ പറഞ്ഞ ഓൺലൈൻ ഇതുപോലത്തെ റിവ്യൂ, ലെറ്റ്സ് നമ്മളിപ്പോ റിവ്യൂ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ റിവ്യൂ നോക്കിയിട്ട് നമ്മുടെ അടുത്തുള്ള ട്രസ്റ്റ് കാരണം ആൾക്കാർ ബ്ലൈൻഡ് ബൈ ചെയ്യാറുണ്ട്. ബ്ലൈൻഡ് ബൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇത് നമ്മൾ നല്ലതെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇന്നതാണ് ഈ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നു, അവർ വാങ്ങുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതുപോലത്തെ പേജസ് ഒക്കെ നിൽക്കുന്നത്. സോ ഇത് ഒരു ടൈപ്പ് ഫ്രാഗ്രൻസ് വാങ്ങുന്ന ആൾക്കാർ. പിന്നെയും ചിലവരുണ്ട് ഇതുപോലെ ഭയങ്കര ഈ മൈഗ്രൈൻസ് ഒക്കെ ഇഷ്യൂസും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ചിലത് ചേരില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. അവർ സ്റ്റോറി പോകും. അതും നല്ലൊരു സൈസബിൾ ആൾക്കാരും ഈ സ്റ്റോറി പോയി ഇപ്പോഴും വാങ്ങുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ 1-2 ഫ്രാഗ്രൻസ് ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മുടെ നോസ് ബ്ലൈൻഡ് ആവും. നമ്മൾ ഫുഡൊക്കെ ഒരുപാട് കഴിച്ചിട്ട് നമുക്ക് മതിയാവില്ല. അതേ സെയിം പ്രോസസ്സ് ഇവിടെ ഉണ്ടാവും. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രാഗ്രൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമുക്ക് അടുത്ത് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്യേണ്ടത് മൈൽഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസസ് ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ മേലോട്ട് പോവുക, കോൺസെൻട്രേഷൻ കൂടുതലോട്ട് പോവുക. ചിലപ്പോൾ നമുക്ക് അറിഞ്ഞൂന്ന് വരില്ല. അതിപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇതൊക്കെ ഉണ്ടാവും, എന്താ പറയാ, കോഫി ബീൻസ് ഒക്കെ ഉണ്ടാവും. അതൊന്നും എടുത്ത് മണക്കരുത്. അതൊക്കെ ചുമ്മാ ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ട്, പിന്നെ അത് പണ്ടാരോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്. കാരണം കോഫി ബീൻ എന്ന സാധനവും നല്ല അറോമാറ്റിക് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള മോളിക്യൂളാണ്. ഈ ഫ്രാഗ്രൻസസിൽ പലതും കോഫിന്റെ നോട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ പിന്നെ അതൊന്നും ചെയ്യരുത്. കാരണം അത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബിരിയാണി കഴിച്ചു, ഇനിയിപ്പോ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി മന്തി കഴിച്ച സാധനം, അങ്ങനെ ചെയ്യരുത്. ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രാഗ്രൻസ് നടത്തും. ഇനി നിങ്ങൾക്ക് അത് റീസെറ്റ് ചെയ്യണം, നിങ്ങളുടെ നോസ് റീസെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ആംബിയൻസിന് മാറി പുറത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ നോസ് ഓക്കെ ആവും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ടെക്നിക്ക് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു രീതി ഉണ്ട്. ഇങ്ങനെ നമ്മുടെ ക്ലോത്തോ അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് അടിക്കാത്ത ഇതോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ കയ്യോ മറ്റും സ്നിഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം ഇത് നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള സാധനമാണ്, ഇത് നമ്മൾ ഓൾമോസ്റ്റ് റീസെറ്റ് ചെയ്യും. ഇതാണ് ഞാൻ പൊതുവേ ചെയ്യാറ്. ഒരുപാട് സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിലോ ഒക്കെ. കോഫി ഒന്നും ഒരിക്കലും ഒരു ഓപ്ഷൻ അല്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടാതിരിക്കാനുള്ള ചാൻസസ് ആണ് ഏറ്റവും കൂടുതൽ.